ഹായ് ഓൾ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇ ഹെൽത്ത് കേരള എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ വീട്ടിലെ ഒരു ടിക്കറ്റ് ടോക്കൺ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ടോക്കൺ എടുക്കാനായിട്ട് 10 രൂപ ഇപ്പോൾ ഈടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. കുറച്ചു കാലം മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫ്രീ ആയിരുന്നു ടോക്കൺസ് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ 10 രൂപയാണെന്ന് മനസ്സിലായി. അതിന് മുന്നേ ടോക്കൺ എടുക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തിരുന്നു. അതിന് മുന്നേ ഒരു കാലഘട്ടത്തെ പറ്റി ഞാൻ ഇപ്പോൾ ചിന്തിച്ചു ആ സമയത്ത്. അതായത് ഒരു 2014 കാലഘട്ടമാണെന്ന് തോന്നുന്നു. ഒരിക്കൽ ഞാൻ ITI പഠിച്ച സമയത്തായിരുന്നു. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, "എടാ ഒന്ന് ടോക്കൺ എടുക്കാൻ പോകണം." അതായത് മെഡിക്കൽ കോളേജിൽ അമ്മൂമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി ഒരു ടോക്കൺ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനൊക്കെയാണ് ടോക്കൺസ് ഒക്കെ എടുക്കാൻ പോയിരുന്നത്. ഞാനത് കേട്ടിട്ടുള്ളതേ ഉള്ളൂ. ഞാനതുവരെ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, "ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ രാവിലെ നീ പോണം. പോയി ടോക്കൺ എടുത്തിട്ട് വരണം. അതിനുശേഷം വേണം അമ്മൂമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ ആയിട്ട് എല്ലാം വീട്ടിലെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. ഈ പറയുന്ന OP കാണിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ടോക്കൺ എടുക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അമ്മ എന്നോട് പറഞ്ഞു 5 മണിക്കാണ് പോവേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ 5 മണിക്കൊക്കെ ഹോസ്പിറ്റലിൽ ആരെയും കാണുമോ? ടോക്കൺസ് ഒക്കെ കൊടുക്കാനായിട്ട് ആരെയും കാണുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അമ്മ ഇങ്ങോട്ട് പറഞ്ഞത് ഇതാണ്: "നീ ഒന്ന് പോയി നോക്ക്. അപ്പോൾ നിനക്ക് മനസ്സിലാവും അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നീ അവിടെ നേരിട്ട് പോയാലേ മനസ്സിലാവുള്ളൂ" എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ പോവാനായിട്ട് തയ്യാറായി. കാരണം ബൈക്കുണ്ട്. ബൈക്കിൽ പോകാൻ പറ്റും. രാവിലെ തന്നെ വെളുപ്പാൻ രാവിലെ ഒന്ന് അവിടെ പോവാം, അതായത് ഒരു റൈഡ് കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ ബൈക്കിൽ പോവാം എന്നുള്ള രീതിയിൽ സെറ്റപ്പായി. അങ്ങനെ ഞാൻ വെളുപ്പാൻ രാവിലെ എണീറ്റു. അങ്ങനെ തണുത്ത് വിറച്ചിട്ടാണ് ഞാൻ അവിടം വരെ പോയത് ബൈക്കിൽ, മെഡിക്കൽ കോളേജ് വരെ. മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്കും വലിയ ആൾ തിരക്കൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള ആളുകളൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ പറയുന്ന OP വിഭാഗം, അല്ലെങ്കിൽ ടിക്കറ്റ് ടോക്കൺ എടുക്കുന്ന സ്ഥലം ബിൽഡിംഗ് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയാൽ ടോക്കൺ കിട്ടുമെന്നുള്ള കാര്യം അറിയായിരുന്നു. അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവിടെ തൊട്ടടുത്തൊരു SBIയുടെ ബാങ്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എത്തിയപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ചില വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഓട്ടോയിലും കാറിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു മെഡിക്കൽ കോളേജിൽ ആ രാവിലെ 5 മണി 5:15 സമയത്ത്. അങ്ങനെ ഞാൻ കുറച്ച് പതുക്കെ പതുക്കെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും തോറും അവിടെ ആളും അനക്കമൊക്കെ ഉണ്ടെന്ന് തോന്നി, മനസ്സിലായി. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റും ചെറിയ രീതിയിലുള്ള വെളിച്ചമൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെല്ലുന്തോറും കുറച്ച് വാഹനങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും എന്നെ ഞെട്ടിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഏകദേശം ഒരു 150ഓളം ആളുകൾ അവിടെ ആ സമയത്ത് കുറഞ്ഞത് നിൽക്കുന്നുണ്ടായിരുന്നു. ക്യൂവിൽ നിൽക്കുന്നതാണ്. അതായത് ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നതാണ്. അപ്പം ഞാൻ ബൈക്ക് എത്രയും പെട്ടെന്ന് ഒരിടത്ത് പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആ വരിയിലോട്ട് പോയി നിന്നു. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം വരിയാണ്. അങ്ങനെ ഞാൻ ആണുങ്ങളുടെ വരിയിൽ കയറി നിന്നു. അങ്ങനെ ഞാൻ തൊട്ട് മുന്നേ നിന്ന ചേട്ടനടുത്ത് ചോദിച്ചു. അപ്പോൾ തന്നെ ചോദിച്ചു, "ചേട്ടാ, ഇത് ടോക്കൺ എടുക്കാനുള്ള ക്യൂ തന്നെയാണോ?" എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ആണെന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനടുത്ത് പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഒരു ടോക്കൺ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ ആളുടെ കൂടെ വന്ന ആള്, അതായത് പേഷ്യൻ്റ് ആയിട്ടുള്ള ആള് വാഹനത്തിൽ ഇരിക്കുവാണ്. അപ്പോൾ ഇഷ്യൂ ഒക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ സ്ഥലം ചോദിച്ചപ്പോഴാണ് എന്നെ ഞെട്ടിച്ചത്. അതായത് കാട്ടാക്കടയിൽ നിന്നാണ് അവർ വരുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. കാട്ടാക്കടയിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെ വരണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചു. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, "ചേട്ടാ, അവിടെ നിന്നൊക്കെ ഇവിടെ വരാനായിട്ട് എത്ര ടൈം നിങ്ങൾക്ക് എടുക്കും? എത്രയും പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നിങ്ങൾ വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മണിക്കായിരിക്കും ഇവിടെ നിന്ന് പുറപ്പെട്ടത് എന്നുള്ള കാര്യം ചോദിച്ചപ്പോഴത്തേക്കും ആള് നോർമലി അങ്ങ് പറയുവാണ്. കാരണം ആള് സ്ഥിരമായി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അതായത് സ്ഥിരമായിട്ട് വരാറുണ്ട് എന്നുള്ള രീതിയിലാണ് ആള് സംസാരിച്ചത്. അതായത് ആം, ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ഒരു ചെറിയൊരു രോഗം വന്നാൽ തീരാന്നുള്ളതേ ഉള്ളൂ എല്ലാവരുടെ ദുഃഖവും ഈ പറയുന്ന സന്തോഷവും എന്നുള്ളതാണ് ഞാൻ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത്. അതായത് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ പലരും ഈ രോഗങ്ങൾ കാരണം അവരുടെ കുടുംബത്തിനുള്ള സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെടുവാണ്. അതുപോലെ തന്നെ പണവും, സമ്പാദിക്കുന്ന പണവും ആ രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എന്നെ കണ്ണ് തുറപ്പിച്ച ഒരു വലിയൊരു അനുഭവമാണ് എനിക്ക് അന്ന് അവിടെ വെച്ച് കിട്ടിയത്. അത് വെച്ച് ഇപ്പം നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോക്കൺസ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. അത്രയും ടൈം ഈ രാവിലെ 5 മണിക്കും 4 മണിക്കും ഒക്കെ നിൽക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു അന്ന്. അതുപോലെ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്യൂ നിൽക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൺലൈനായിട്ട് നമുക്ക് ടോക്കൺസ് ബുക്ക് ചെയ്യാം. അതുപയോഗിച്ച് നമുക്കൊരു
പെർട്ടിക്കുലർ ടൈം നമുക്ക് കിട്ടും. ആ സമയത്ത് മാത്രം നമുക്ക് ഈ പറയുന്ന ഒ.പി ടിക്കറ്റ് എടുക്കാനായിട്ട്, കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള ഒ.പി ടിക്കറ്റ് എടുക്കാനായിട്ട് പോയാൽ മതി. അപ്പോൾ എന്തായാലും ഇ ഹെൽത്ത് കേരളയിലൂടെ ഒരു ടോക്കൺ എങ്ങനെ ബുക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് അടുത്ത ഒരു ഇതിലൂടെ കാണിച്ചു തരുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ഇതുവരെ ടോക്കൺസ് എടുക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ, ഒ.പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ടോക്കൺ ബുക്ക് ചെയ്യാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് ഒരു ടോക്കൺ എടുക്കുക. അതുപയോഗിച്ച് നിങ്ങൾക്ക് അധികം ക്യൂവും ടൈമും നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഒ.പി ടിക്കറ്റും കൺസൾട്ടേഷനും ഒക്കെ എത്രയും പെട്ടെന്ന് നമ്മളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിന് മാത്രം നമുക്ക് പോയാൽ മതിയാവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒ.പി വിഭാഗത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആ ദിവസം അവിടെ വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് വരെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഒ.പി ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ടൊരു UHID എന്ന് പറയുന്ന നമ്പർ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഒരു മൊബൈൽ നമ്പറും ആധാറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ എന്തായാലും ഒ.പി ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു.